അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്തിനും ഒരു നിമിത്തം വേണം. ആ ഒരു നിമിത്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുള്ളൂ. ഒരു കാരണം വേണം. വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന കാര്യത്തിൽ ഏത് മുസ്ലിമിനാണ് തർക്കമുള്ളത്? പക്ഷേ പലപ്പോഴും നടക്കാറില്ല. അത് നാളെയാകാം, മറ്റന്നാളാകാം എന്ന് വിചാരിച്ച് അങ്ങനെ സമയം നീണ്ടു പോവാറാണ് പതിവ്. എന്നാൽ വിസ്ഡം സ്റ്റുഡൻസ് എല്ലാ വർഷത്തിലെയും റമദാനിൽ നടത്താറുള്ള ഖുർആൻ വിജ്ഞാന പരീക്ഷ പലർക്കും വിശുദ്ധ ഖുർആൻ പഠിക്കാനൊരു കാരണമായി മാറാറുണ്ട്. കാരണം അതിനൊരു ടൈം ബൗണ്ടായിട്ട് ഇന്ന തീയതിക്ക് അത് അപ്ലൈ ചെയ്യാം, ഇന്ന തീയതിക്ക് അതിൻ്റെ പ്രാഥമിക പരീക്ഷ, പിന്നെ അതിൻ്റെ ഫൈനൽ പരീക്ഷ, പിന്നെ അതിൻ്റെ ഫലപ്രഖ്യാപനം, ഇങ്ങനെ ഒരു ടൈം ടേബിളും ഒരു സിലബസും വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എൻട്രി ചെയ്യുന്നതോടുകൂടി ആ സൂറത്തുകൾ പഠിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പരീക്ഷ പ്രഖ്യാപിച്ചു എന്നതാണ്. അപ്പോൾ ആ പരീക്ഷ പ്രഖ്യാപിക്കുന്ന, നടപ്പാക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ആയിരക്കണക്കിന് ആളുകൾ 30 വർഷമായിട്ട് അത് അൽഹംദുലില്ലാ ഖുർആൻ വിജ്ഞാന പരീക്ഷ അഥവാ QVP എന്ന പേരിൽ ആ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം വിസ്ഡം സ്റ്റുഡൻസ് അത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൂടി QVP കിഡ്സ് വിഭാഗത്തിന് കൂടി മത്സര പരീക്ഷകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കേൾക്കുന്ന രക്ഷിതാക്കളും കുട്ടികളും വളരെ പരിഗണനയ്ക്ക് എടുക്കേണ്ടതുണ്ട്. സൂറത്ത് അലക്കും അതുപോലെ തന്നെ സൂറത്ത് മുൽക്കും, ഇത് രണ്ടുമാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൂറത്ത്. അതിൽ പ്രാഥമിക ഘട്ടത്തിൽ സൂറത്ത് അലക്കും, രണ്ടാമത്തെ ഘട്ടത്തിൽ സൂറത്ത് മുൽക്കുമായിരിക്കും. മാർച്ച് 8 എന്ത് ചെയ്യും, അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുകയും ചെയ്യും. അപ്പോൾ 2 തരം കുട്ടികൾക്കാണ്, ജൂനിയറും സീനിയർ. ജൂനിയർ എന്ന് പറയുന്നത് 2017 ശേഷം ജനിച്ചവരാണ്. സീനിയർ എന്ന് പറയുന്നത് 2014 ശേഷം ജനിച്ചവരാണ്. ഈ പ്രായത്തിലുള്ള ഏകദേശം 9 വയസ്സ് 12 വയസ്സ് ഇതായിരിക്കും അതിൻ്റെ കണക്ക്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ നിങ്ങൾ ഇതിന് സജ്ജമാക്കുക. എന്നാൽ റമദാൻ മാസത്തിൽ അവർക്ക് വിശുദ്ധ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ ഇതൊരു വലിയ കാരണമാകും. അപ്പോൾ ഈ ഒരു നല്ല നിമിത്തത്തെ, വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഈ ഒരു പുതിയ കാൽവെപ്പിനെ നമ്മുടെ മക്കൾക്ക് വിശുദ്ധ ഖുർആനുമായി അടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരവസരമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കുക, പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. എന്നാൽ അവരെ ഗെയിമിൽ നിന്നും മറ്റു അസാൻമാർഗിക മാർഗങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് തിരിച്ചു വിളിക്കാൻ കഴിയും. അത് ചെയ്യരുത്, ഇത് നോക്കരുത് എന്ന് പറയുന്നതിലാണ് നല്ലത് നീ ഇത് ചെയ്യുക, ഇത് പഠിക്കുക എന്ന് പോസിറ്റീവായി കുട്ടികളെ വളർത്താൻ പറ്റിയ ഒരു മാർഗം കൂടിയാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഈ കിഡ്സ് വിഭാഗത്തിന് സംഘടിപ്പിക്കുന്ന ഈ മത്സരം. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.